ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ ഏറ്റവും പുതിയ LDC അപ്ഡേറ്റ് എന്താണ് എന്ന് കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ അതിന് മുൻപ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറഞ്ഞോളട്ടെ. വേറൊന്നുമല്ല, ഓരോ സെറ്റ് ഓഫ് ഡിസ്ട്രിക്ട്സിലും ഓരോ വ്യത്യസ്ത തീയതികളിലാണ് എക്സാം നടക്കുന്നത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ സ്റ്റേജുകളിലും അത് ഡിഫിക്കൽട്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ചിലപ്പോൾ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എളുപ്പമായിരിക്കും, സെക്കൻഡ് ആയിരിക്കും കുറച്ചും കൂടെ ഡിഫിക്കൽട്ട്. അങ്ങനെയൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയില്ല. കാരണം ഓരോ പ്രാവശ്യവും നമുക്ക് വ്യത്യസ്തമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് ആണെങ്കിൽ പോലും ഫസ്റ്റും തേർഡും ഓൾമോസ്റ്റ് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. സെക്കൻഡ് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അതേസമയം അതിന് മുൻപ് നടന്ന യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ വളരെ എളുപ്പമായിരുന്നു, സെക്കൻഡ് ഭയങ്കര ടഫായിരുന്നു, തേർഡ് ഇത്തിരി കൂടെ എളുപ്പമായിരുന്നു. അപ്പോൾ ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ തന്നെ വരണം എന്നൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും വരാം. നമ്മൾ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ബോദർ ചെയ്യാതെ, അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് കൂട്ടുക അല്ലേ. എഫിഷ്യൻ്റായിട്ട് പഠിക്കുക, ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ നമ്മൾ പഠിക്കുന്ന കാര്യം ശ്രദ്ധയോടുകൂടി ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കുക. എല്ലാ ഇൻഫോർമേഷനും ഒറ്റയടിക്ക് ഇങ്ങനെ മഗപ്പ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാം, ആവശ്യമുള്ളത് കണ്ടറിഞ്ഞ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്ത് വേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കുക. കാരണം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതുതന്നെയാണ്. നമ്മൾ കുറേ അധികം ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതെ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് കൂട്ടുക. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു ചുരുങ്ങിയ സമയം നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. മാക്സിമം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇൻപുട്ട് കൊടുക്കുക, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വാട്ട് എവർ ബി ദ ലെവൽ ഓഫ് എക്സാമിനേഷൻ, നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കുക കേട്ടോ. അപ്പോൾ എക്സാം ടൈം അടുക്കും തോറും നമ്മൾ കുറച്ച് സ്ട്രെസ്ഫുള്ളൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിൽ വിശ്വസിക്കുക, നമ്മൾ ചെയ്യുന്ന വർക്കിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, പുതിയ LDC അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഡിസ്ട്രിക്ട്സിൻ്റെ എക്സാം ഡേറ്റ്, കൺഫർമേഷൻ ഡേറ്റ്, അതുപോലെ അഡ്മിഷൻ ടിക്കറ്റ്സ് എന്നോട്ടാണ് അവൈലബിൾ ആകുക എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ക്വിക്കായിട്ട് നോക്കാം. ആലപ്പുഴയും പാലക്കാടും ഈ രണ്ട് ഡിസ്ട്രിക്ട്സിനും ആക്ച്വലി സെപ്റ്റംബർ 7 എക്സാം നടക്കുന്നത്. ഓക്കെ, സെപ്റ്റംബർ 7 കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നത് 23/6/2024 മുതൽ 12/7/2024 വരെ കൺഫർമേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ്സ് അവൈലബിൾ ആകുന്നത് 24/8/2024 മുതലായിരിക്കും. അപ്പോൾ കൺഫർമേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എല്ലാവരും കണ്ടില്ല, ജൂലൈ 12 കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ കോട്ടയവും കോഴിക്കോടും എക്സാം നടക്കുന്ന തീയതി സെപ്റ്റംബർ 28 കേട്ടോ. സെപ്റ്റംബർ 28 എക്സാം നടക്കുക. കൺഫർമേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 23/6/2024 മുതൽ 12/7/2024 വരെ കൊടുക്കാം. അതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ്സ് അവൈലബിൾ ആകുന്ന തീയതി 13/9/2024. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോഴേ തന്നെ കൺഫർമേഷനൊക്കെ കൊടുത്തു വയ്ക്കുക. എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.